ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതുവർഷം ഇങ്ങടുത്തെത്തി. നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ പുതിയ വർഷത്തിൻ്റെ ആരംഭമായി. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ടല്ലേ. ഈ ഈ പ്രാവശ്യം ഈ വർഷം മുതൽ ഒരു പുതിയൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കണം, ജിമ്മിൽ പോകണം, എക്സസൈസ് ചെയ്യണം, വെയിറ്റ് ലോസ് ചെയ്യണം, പിന്നെന്താണ്, ഒരു ടൈമിംഗ് ഉണ്ടാവണം, കൃത്യമായിട്ട് പഠിക്കണം, കൃത്യനിഷ്ഠ ഉണ്ടാവണം, രാവിലെ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കണം, രാത്രി കൃത്യസമയത്ത് ഉറങ്ങാൻ സാധിക്കണം. ഇങ്ങനെ നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പക്ഷേ 1, 2, 3 ദിവസങ്ങൾ നമുക്ക് ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയേക്കാം. ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ വിട്ടുപോകുന്നു, വീണ്ടും അടുത്ത ദിവസം ചെയ്യുന്നു, 2 ദിവസം വിട്ടുപോകുന്നു, അതങ്ങനെ ഇല്ലാതാവുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുമല്ല, ചിലപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും ഇങ്ങനെ ഇന്ന വർഷം ഇന്ന തീരുമാനം ഉണ്ടാവില്ല. നോർമലി പോകുന്നത് പോലെ തന്നെ പോകാൻ താല്പര്യപ്പെടുന്നവരും ഉണ്ടാവും. ഞാനിത് പറയുന്നത് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരോടാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, മാറ്റങ്ങൾ വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നവരോടാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു ചെറിയ നോട്ട്ബുക്കോ എടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം അതിൽ കുറിച്ച് വെക്കണം, എന്തൊക്കെയാണ് ഞാൻ ഈ വർഷം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് കുറിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് ഇത്ര സമയത്തിനുള്ളിൽ, ഇത്ര ഒരു 2 മാസത്തിനുള്ളിൽ ഞാൻ ഇത്രയും വെയിറ്റ് എൻ്റെ ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ ഈ ഒരു കൃത്യനിഷ്ഠ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് നമ്മൾ ഡേറ്റ് വെച്ചിട്ട്, പറ്റുന്നവർക്ക് പറ്റുന്ന ഡേറ്റ് വെച്ചിട്ട്, ചില കാര്യങ്ങൾക്ക് നമുക്ക് ഡേറ്റ് വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഡേറ്റ് വെച്ചിട്ട് നമ്മളത് ചെയ്യാൻ ആരംഭിക്കുക. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ നമ്മൾ തുടങ്ങും. 2 ദിവസം കഴിയുമ്പോഴേക്കും നിന്ന്. പക്ഷേ ഈ എഴുതി വെക്കുന്ന ഈ ഒരു ഡയറി അല്ലെങ്കിൽ ഈ ഒരു നോട്ട്ബുക്ക് അത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. എപ്പോഴും നമ്മൾ ഈ ഒരു നോട്ട്ബുക്ക് മറിച്ച് നോക്കണം. ഇപ്പോൾ ഈ ഒരു 3 മാസത്തിന് ശേഷം നമുക്ക് ഇടയ്ക്ക് നമ്മളെ പറ്റിയൊരു ചിന്ത വരുമ്പോൾ നമ്മൾ ഈ നോട്ട്ബുക്ക് എനിക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ല, നമ്മൾ അവിടെ നിന്ന് തുടങ്ങണം. കണ്ടിന്യൂ ചെയ്യാൻ പലർക്കും സാധിക്കാറില്ല. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയി അല്ലെങ്കിൽ നമ്മൾ നിർത്തിപ്പോയെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഈ ഒരു നോട്ട്ബുക്ക് നോക്കി, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഡേറ്റിനുള്ളിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, കണ്ടിന്യൂ ചെയ്യണം. അടുത്തൊരു ഡേറ്റ് ഇടുന്നു, ഈ ഒരു ഡേറ്റിന് മുന്നെങ്കിലും ഞാനത് കംപ്ലീറ്റ് ചെയ്യും, ഈ ഒരു ഡേറ്റിന് മുന്നേ ഞാൻ ഇനി ഒരു കൃത്യനിഷ്ഠയിലേക്ക് വരും. ഒരു 2-3 മാസം നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ പിന്നെ നമുക്കത് ലൈഫ് ലോങ് നമുക്കത് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 മാസം നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളത് ചെയ്യാനുള്ള എടുക്കുന്ന എഫേർട്ടാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു ചെറിയ നോട്ട്ബുക്കിൽ നമ്മളിത് കുറിച്ച് വയ്ക്കുക. എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ എനിക്കിത് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു 2 മാസം കൊണ്ട് എൻ്റെ ഇത്രയും വെയിറ്റ് ഞാൻ ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഈ 2 മാസം ഞാൻ മുടങ്ങാതെ ജിമ്മിൽ പോകും, അല്ലെങ്കിൽ ഈ 2 മാസം ഞാൻ കൃത്യമായിട്ട് ഈ ഒരു 2 മണിക്കൂർ പഠിക്കാൻ സമയം കണ്ടെത്തും. പിന്നെ അല്ലാതെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു വായിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു നല്ലൊരു ബുക്ക് എടുത്തിട്ട് ഈ ഒരു ബുക്ക് എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് തീർക്കാൻ പറ്റണം. അതായത് നമ്മളിപ്പോൾ കിടക്കുന്നതിനും ഒരു മണിക്കൂർ മുന്നോ അരമണിക്കൂർ മുന്നോ എടുത്തിട്ട് ആ ഒരു ബുക്കിൻ്റെ ഒരു ഇത്രയും പേജ് ഞാൻ അങ്ങനെ നമ്മളൊരു പേജ് വൈസ് വെച്ചിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. കൂടുതൽ നമുക്ക് പറ്റും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് വേണം എങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ളൊരു മൈൻഡാണ് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും. പക്ഷേ നമ്മളിതൊരു ചെയ്യണം എന്നുള്ളൊരു കൃത്യനിഷ്ഠ വെച്ചിട്ട് നമ്മൾ എഴുതി വെച്ച് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം. അല്ലെങ്കിൽ നമ്മളുടെ കൺവെട്ടത്ത് തന്നെ ആ ഒരു ഡയറിയോ അല്ലെങ്കിൽ ആ ഒരു ബുക്കോ എപ്പോഴും ഉണ്ടാവണം. അത് നമ്മുടെ ഒരു ടേബിളിൻ്റെ മുമ്പിൽ കാണുന്നവർ ചിലപ്പോൾ നമ്മളുടെ ഇതെന്താണ് ഇത് കാണിച്ചു വെക്കുന്നതൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അതൊന്നും മൈൻഡേണ്ട ആവശ്യമില്ല. നമ്മൾക്കായിട്ടൊരു ഡയറി, നമ്മൾക്കായിട്ടൊരു നോട്ട്ബുക്ക് നമ്മളുടെ ടേബിളിൽ എപ്പോഴും സൂക്ഷിക്കുക. എന്നിട്ട് കുറിച്ച് വെക്കുക. എനിക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ കുറിച്ച് വെക്കുക, എനിക്ക് സാധിക്കാൻ പറ്റാതെ പോയ കാര്യങ്ങൾ കുറിച്ച് വെക്കുക. അതേപോലെ നമുക്ക് ഈ ഒരു വർഷം നമ്മൾ ചെയ്യണം, നമ്മൾക്ക് സാധിച്ചെടുക്കണം എന്ന് തീരുമാനമെടുത്ത പല കാര്യങ്ങളും ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. നമ്മൾ അതുകൂടി കൂട്ടിച്ചേർക്കുക. ഈ ഒരു വർഷം ഈ ഒരു ഇത്രയും മാസത്തിനുള്ളിൽ എനിക്കത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം പരിശ്രമം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതായത് ആദ്യം നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഫെയിലായിട്ടുണ്ടാവാം, പക്ഷേ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഉറപ്പായിട്ട് നമുക്കൊരിക്കലും അത് സാധിക്കും. പരിശ്രമിക്കാതെ ഒരിക്കലും അത് വന്നു ചേരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. പരിശ്രമമാണ് വിജയത്തിൻ്റെ തുടക്കം. അപ്പോൾ
അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ബുക്ക് വെച്ച് എഴുതി ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെച്ച് അത് ഇടയ്ക്കിടയ്ക്ക് നോക്കി ഇന്ന സമയത്ത് എനിക്കത് ആക്കാൻ പറ്റിയില്ല, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, വീണ്ടും ശ്രമിക്കുക. പക്ഷെ നമുക്കൊരിക്കൽ അത് സാധ്യമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബുക്ക്, ഒരു ഡയറി വെച്ച് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു.